ഹായ് ഫ്രണ്ട്സ്, ലിറ്റിൽ ലൈറ്റ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചൈനീസ് ഡിഷായ ഗോബി മഞ്ചൂരിയനാണ്. അതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് സ്റ്റൗ ഓൺ ചെയ്യാം. എന്നിട്ട് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അടുത്തതായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ ഒരു വലിയ കോളിഫ്ലവറിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ആ കോളിഫ്ലവർ ആദ്യം നമ്മൾ കുറച്ച് വെള്ളത്തിലിട്ട് വയ്ക്കും. അതിനുശേഷം വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ ആ കോളിഫ്ലവർ മുഴുവൻ ഈ വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. കോളിഫ്ലവർ ഇങ്ങനെ തിളപ്പിച്ചെടുക്കുന്നത് കോളിഫ്ലവറിനകത്തുള്ള പുഴുവെല്ലാം പോയി കിട്ടാനായിട്ട് സഹായിക്കും. കോളിഫ്ലവർ നമ്മളിങ്ങനെ നീളത്തിലാണ് കണ്ടിച്ചിടേണ്ടത്. മുഴുവൻ കോളിഫ്ലവർ ഇതിനകത്തോട്ടിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കിനും നമുക്ക് പതുക്കെ പതുക്കെ ഇത് കോരിയെടുക്കാം. കോരി വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് എണ്ണ തിളച്ച് വരുമ്പോൾ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ഓരോരോ പീസായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലോണം തിളച്ചതിന് ശേഷം മാത്രം കോളിഫ്ലവർ ഇടുക. കോളിഫ്ലവർ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ തിളപ്പിക്കുക. ഇടയ്ക്ക് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ല രീതിയിൽ അത് ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് ആക്കി ഇളക്കിയിട്ട് കൊടുക്കുക. കോളിഫ്ലവർ ഒരുപാട് കരിഞ്ഞു പോകാൻ പാടില്ല. ഒരു ബ്രൗൺ കളർ ആയാൽ നമുക്ക് പതുക്കെ അത് കോരിയെടുക്കാം. കോരിയെടുത്തിട്ട് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് കോളിഫ്ലവർ ഇട്ടിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ആദ്യം കുറച്ച് കോളിഫ്ലവറാണ് ഞാൻ ഇട്ടത്. അതിനുശേഷം അടുത്ത കോളിഫ്ലവറൂടെ എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കാം. ഇത് മൂക്കുമ്പോഴത്തേക്കിനും നമുക്ക് ബാക്കി ചേരുവകൾ ശരിയാക്കാം. അതിനായിട്ട് വേണ്ടത് ഒരു ക്യാപ്സിക്കം സ്ക്വയർ ഷേപ്പിൽ അരിഞ്ഞത്, 2 തക്കാളി സ്ക്വയർ ഷേപ്പിൽ അരിഞ്ഞത്, 3 സവാള സ്ക്വയർ ഷേപ്പിൽ അരിഞ്ഞത്, 10 വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് സോസ് തയ്യാറാക്കാം. അതിനായിട്ട് ചെറിയ ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിക്കുക. അതിനുശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക. ചില്ലി സോസ് വേണ്ടുന്നവർക്ക് അതുകൂടി ചേർക്കാം. ഞാൻ ഇവിടെ ചില്ലി സോസ് ചേർക്കുന്നില്ല. ഇനി ഈ 2 സോസ് കൂടെ നല്ല രീതിയിൽ സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്ത ശേഷം 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. നമ്മുടെ ആവശ്യാനുസരണം വെള്ളം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. കറി ലൂസാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ സ്പൂൺ വെച്ചത് മിക്സ് ചെയ്യുക. അടുത്തതായിട്ട് പാൻ വെച്ച ശേഷം 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അതിനകത്തേക്ക് വെളുത്തുള്ളി അരിഞ്ഞിട്ട് കൊടുക്കുക. തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. വെളുത്തുള്ളി ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കിനും നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള അരിഞ്ഞ പീസ് മുഴുവൻ പെട്ടെന്ന് തന്നെ ചേർക്കുക. ചേർത്തതിന് ശേഷം ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിനോടൊപ്പം കുറച്ച് ഉപ്പുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് മതിയാവും. സവാള നല്ല രീതിയിൽ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കിനും നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തക്കാളി കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കുക. ഇളക്കുമ്പോൾ തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാൻ ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ചൈനീസ് ഡിഷസ് എല്ലാം ഇതുപോലെ ഹൈ ഫ്ലെയിമിലാണ് ഉണ്ടാക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് സോസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ടൊമാറ്റോ സോസും സോയാ സോസും കൂടാണ് എടുത്ത് വെച്ചേക്കുന്നത്. അത് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇളക്കാം. ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന കോളിഫ്ലവർ ഇതിനകത്തോട്ട് ചേർക്കാം. ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലോറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടുകൂടി ഗോബി മഞ്ചൂരിയൻ കുറച്ച് തിക്കായിട്ട് മാറും. തിക്കാകാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത്. ഗോബി മഞ്ചൂരിയനകത്ത് സ്പ്രിംഗ് ഓണിയൻ കൂടി ചേർത്താൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് കിട്ടും. ഇവിടെ സ്പ്രിംഗ് ഓണിയൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടാൻ സ്പ്രിംഗ് ഓണിയൻ കൂടി ചേർക്കാം. അടുത്തായിട്ട് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ മല്ലിയിലയാണ് ഇടുന്നത്. മല്ലിയില മേൽ തൂകിയതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് വാങ്ങി വയ്ക്കാവുന്നതാണ്. ഗോബി മഞ്ചൂരിയൻ ഇപ്പോൾ റെഡി ആയിരിക്കുകയാണ്. നമ്മൾ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ്. ചൂടാറി കഴിയുമ്പോൾ ഇതുപോലെ തിക്കായിട്ടുള്ള ഗ്രേവിയാണ് നമുക്ക് കിട്ടുന്നത്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണിത്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.